നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് രാവിലെ എണീക്കുന്ന സമയത്താണെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയറിലോ ടേബിളിലോ ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഷോൾഡറിന്റെയും കൈയുടെയും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ആണോ കാൽ ഉയർത്തുന്നുണ്ടാവുന്നത്, മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുന്നുണ്ടാവുന്നത്? ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലീസും ഒക്കെ ആയിട്ട് ട്രിപ്സ് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നടക്കേണ്ട സ്ഥലമാണെന്ന് അറിയുന്ന സമയത്ത് മെല്ലെ അതിൽ നിന്നും വലിഞ്ഞിട്ട് പറ്റില്ല, എനിക്ക് എത്ര ദൂരം നടക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരാണോ? കയറ്റം കയറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചു ദൂരം നടക്കാൻ വേണ്ടിയിട്ടോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടോ? കാലുകൾക്ക് ആ തുടയുടെ ഭാഗത്തൊക്കെ തന്നെ ഷിവറിങ് പോലെ വരിക, അല്ലെങ്കിൽ ഒരു വിറയൽ പോലെ വരിക, നിൽക്കുമ്പോൾ നമുക്ക് ആ നൃത്തം കറക്റ്റ് ആവുന്നില്ല എന്ന് തോന്നുക, നമ്മൾ എവിടെയെങ്കിലും വീണു പോകുമോ എന്നുള്ളൊരു ടെൻഷൻ മനസ്സിലുണ്ടാവുക തുടങ്ങിയിട്ടുള്ള മുട്ടിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രത്യേകിച്ച് കാലുകളുടെ ബലക്കുറവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗുണകരമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 5 എക്സസൈസുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 5 എക്സസൈസുകളിൽ ഏറ്റവും ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ തുടഭാഗത്തെ മസിൽസിന്റെ ആ ഒരു ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു മുട്ടുവേദന എന്ന് പറയുന്നത് ആ മുട്ടിന്റെ ഭാഗത്തുള്ള എല്ലുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, പലപ്പോഴും തെറ്റായി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുട്ടുകളിൽ ഉണ്ടാവുന്ന ബലക്കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു മുട്ടിന്റെ ചിരട്ട ഭാഗത്ത് ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റാത്ത എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുന്നത്. എന്നാൽ അതിന്റെ ഉള്ളില് മസിൽസുകളുണ്ട്, അതുപോലെ ബോൺസ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളൊരു ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നത്. ഈ മസിൽസിന് വീക്ക്നെസ് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രായാധിക്യം കൂടുന്ന സമയത്ത് സംഭവിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു മസിൽസിന് യാതൊരുവിധ മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും മസിൽ ഡാമേജ് ആയി പോവുകയും വീക്കായി പോവുകയോ തന്നെ സ്വാഭാവികമായിട്ടും സംഭവിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ എണീക്കാൻ ശ്രമിക്കുകയാണെങ്കിലും പലപ്പോഴും പലരും കസേരയിൽ നമ്മൾ ആശ്രയിക്കാറുണ്ട്. കാരണം നമ്മുടെ കാലിനോട് നമുക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല, നമ്മുടെ കൈകളിൽ ഫുൾ ബലം വെച്ചിട്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുന്നതും എണീക്കുന്നുണ്ടാവുന്നതും. കാരണം അവർക്ക് ടെൻഷനാണ്, വീഴുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പൊ ഇതൊക്കെ ഈ ഒരു മസിൽ വീക്ക്നെസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ മസിൽസിനെ നമ്മൾ സ്ട്രെങ്ത് ചെയ്യുകയാണെങ്കിൽ തുടയുടെ മസിൽസുകളുടെ, ഹിപ്പിന്റെ ഭാഗത്ത്, നടുവിന്റെ ഭാഗത്തെ മസിൽസുകളെയൊക്കെ തന്നെ നമ്മൾ അതിന് അനുസൃതമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ ഇതിനൊരു ടൈറ്റ്നസ് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ മാറി കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള 5 എക്സസൈസുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് തുടഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു എക്സസൈസ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. പക്ഷെ ഈ ഒരു എക്സസൈസ് ആണ് ബാക്കിയുള്ള 4 എക്സസൈസിനെയും നമുക്കൊന്ന് എന്താ പറയാ, എല്ലാ തരത്തിലും നമ്മുടെ നീസിന് അല്ലെങ്കിൽ നമ്മുടെ മുട്ടുകളിലെ മുഴുവനായിട്ടുള്ള ആരോഗ്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ചെയറിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. ചെയറിന്റെയോ ബെഡിന്റെയോ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒന്ന് ചെയറിലിരിക്കുക, എന്നിട്ട് അതിന്റെ അറ്റഭാഗത്തായിട്ട് വീഴരുത്. എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രായമായവരോ അല്ലെങ്കിൽ വീഴാൻ ടെൻഡൻസി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും തൊട്ടടുത്ത് നിർത്തുക എന്നുള്ളതാണ്. ചെയറിലാണെന്നുണ്ടെങ്കിൽ ചെയറിന്റെ അപ്പുറത്തെ വശത്ത് ഒരാൾ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിർത്തിയതിനു ശേഷം വേണം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു സൈഡിലോട്ട് ഇരിക്കുക, കസേരയുടെ സൈഡിലോട്ട് ഇരുന്നിട്ട് ഒരു കാല് നമ്മൾ മടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ലെഫ്റ്റ് കാല് മടക്കി വെച്ചിട്ട് നമ്മൾ വലത്തെ കാല് നിവർത്തി വെക്കുക, നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ നിവർത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ തുടയുടെ ഭാഗത്തെ മസിൽസ് ഉണ്ടല്ലോ, മുകളിലേക്ക് നമ്മൾ അതിന് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. തുടയുടെ ഭാഗത്തേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക, ആ ഒരു മസിൽസിന് നല്ല പ്രഷർ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു മുട്ടിന്റെ ഭാഗം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് അമർത്തി വെക്കുക എന്നുള്ളതല്ല, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതലും നമ്മുടെ ആ ഒരു തുടയുടെ ഭാഗത്തുള്ള മസിൽസിനെയാണ് സ്ട്രെങ്ത് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്ട്രെങ്ത് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കാല് വെച്ചിട്ട് ഒരു മനസ്സിൽ 1 2 3 4 5 തവണ നിങ്ങൾ മനസ്സിൽ എണ്ണുക. അതിനുശേഷം അത് റിലീസ് ചെയ്ത് കാല് പഴയ പോലെ തന്നെ തിരിച്ചു വെക്കുക. വീണ്ടും അപ്പുറത്തെ കാലിൽ, അതായത് ലെഫ്റ്റ് കാലിലും ഇതേപോലെയുള്ള മൂവ്മെന്റ്സ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു 10 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കാല് വെക്കുക. ഇതേപോലെ കാല് വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഈ ഒരു തുടയുടെ ഭാഗത്തേക്ക് കൊടുക്കുന്ന പ്രഷർ അതുപോലെ കൊടുത്തുകൊണ്ട് മെല്ലെ കാലൊന്ന് ഉയർത്തുക എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുമോ അത്രയും മാത്രം ഉയർത്തിയാൽ മതി. മെല്ലെ ഒന്ന് ഉയർത്തുക. മെല്ലെ ഉയർത്തിയിട്ട്
പറ്റുമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പാടെ പെട്ടെന്ന് താഴത്തേക്ക് ഇടരുത്, മെല്ലെ അതേ സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം, നമ്മുടെ നടുവൊക്കെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ തുടയുടെ ഭാഗത്തുള്ളതും അതുപോലെ നമ്മുടെ ആ ഒരു നീ ക്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ചിരട്ടയുടെ ഭാഗമൊക്കെ തന്നെ സ്ട്രെയിറ്റ് ആവാനും കറക്റ്റ് ആവാനും ഒക്കെ തന്നെ സഹായകരമാകുന്നതാണ്. മസിൽസുകളിലൊക്കെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു എനർജി നൽകാൻ വേണ്ടി സഹായകരമാകുന്ന എക്സസൈസ് ആണ്. ഒരു 7 ദിവസം ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കാനും അതുപോലെ തന്നെ ഒന്ന് നടക്കുമ്പോൾ ഒക്കെ തന്നെ അധികം വേദനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ബെഡിലോ ഇല്ലെങ്കിൽ മാറ്റിലോ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. ഇത് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബെഡിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ തലേണയുടെ ആവശ്യമുള്ളതല്ല. അല്ലാതെ നമ്മൾ നിവർന്ന് നല്ല രീതിയിൽ കിടക്കുക. എന്നിട്ട് ഒരു കാല് നമ്മൾ മടക്കി വെക്കുക, ലെഫ്റ്റ് കാല് നമ്മൾ മടക്കി വെച്ചതിന് ശേഷം റൈറ്റ് കാല് നിവർത്തി വെക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ട് മുക്കുക എന്നുള്ളതല്ല. ഈ ഒരു തുടയുടെ ഭാഗത്തേക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് മെല്ലെ ഈ കാല് ഉയർത്തുക എന്നുള്ളതാണ്. എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തിയിട്ട് മനസ്സിലൊരു 5 സെക്കൻഡെങ്കിലും വിചാരിക്കുക. എന്നിട്ട് അതിനുശേഷം അതേപോലെ തന്നെ തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് 2 കാലുകൾക്കും 10 തവണ വീതം നിങ്ങൾ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള മസിൽസുകളുടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. കൂടെ തന്നെ മുട്ടുവേദനയുള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടാനും നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളും അതുപോലെ ഇത് പ്രധാനമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ ഇത് വളരെ ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. ഇനി മൂന്നാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ടെൻഷനാണ്. എണീക്കണം എന്നുണ്ടെങ്കിൽ ഇനി ആരുടെയും സഹായം വേണോ, അല്ലെങ്കിൽ എണീക്കാൻ പറ്റുന്ന സ്ഥലം നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇരിക്കുന്നവരെ ഉണ്ടാവുന്നത്. നമുക്കൊന്ന് പിടിച്ചിട്ട് എണീക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടാണ് പലരും ഇരിക്കുന്നവരെ ഉണ്ടാവുന്നത്. ഇത് ഇരുന്നിട്ട് എണീറ്റ് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെയർ ആണ് ആവശ്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെയറിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ആ ഒരു ചെയറിനൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുക. എന്നിട്ട് നിങ്ങൾ മെല്ലെ ഇരിക്കുക. അതായത് നമ്മൾ മറ്റ് ഈ ഒരു ചെയറിനെ ആശ്രയിക്കാതെ മെല്ലെ വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടി. പെട്ടെന്ന് ടംന്ന് പറഞ്ഞ പോലെ ഇരിക്കരുത്. അപ്പൊ മെല്ലെ നമ്മളൊന്ന് ഇരിക്കുക. അതിനുശേഷം എണീക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പുറഭാഗം ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം, ഒന്ന് വളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കൈകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് കൈകൾക്ക് നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ പിടിച്ച് ആ കൈയിന് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ ആ ഉപ്പൂറ്റിയുടെ ഭാഗം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എണീക്കുക. മുട്ടിന് അധികമായിട്ട് ആ ഒരു തോട്ട് പോകണ്ട, മനസ്സിലേക്ക് പോകണ്ട. അതിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മെല്ലെ എണീക്കുക എന്നുള്ളതാണ്. മെല്ലെ എണീക്കുക, മെല്ലെ ഇരിക്കുക. ഇതുപോലെ നിങ്ങളൊരു 5 തവണയെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും ഗുണകരമാണ്. ഇത് നമുക്ക് ആദ്യം ഒരു 5 തവണ അല്ലെങ്കിൽ 3 തവണയോ 5 തവണയോ ചെയ്യാം. പിന്നെ മെല്ലെ 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 കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ചെയ്യുന്ന സമയത്ത് ഇരിക്കാനും അതുപോലെ എണീക്കാനും ഒക്കെ തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെയും മറ്റൊരു വസ്തുക്കളെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 4ാമത് വരുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്തുള്ള മസിൽസുകൾ, ഇടുപ്പിന്റെ ഭാഗത്തുള്ള മസിൽസുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ കൂടിയിട്ടുള്ളതാണ്. ഉറപ്പുള്ളൊരു കസേര എടുക്കുക. ഉറപ്പുള്ള കസേര എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ പിടിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ജനൽ കമ്പിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് പിടിച്ചോണ്ട് നിൽക്കാം. നമ്മൾ വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. 2 കാലുകൾ നമ്മൾ കുറച്ചൊന്ന് അകത്തി വെച്ചിട്ട് നിൽക്കുക. എന്നിട്ട് മെല്ലെ വളരെ സാവധാനം ചെറിയ രീതിയിൽ ഒന്ന് പൊക്കി ഒന്ന് ചെറുതായിട്ട് അതേ പൊസിഷനിൽ തന്നെ കൊണ്ടുവരിക. കാലുകളിലെ നമ്മൾ ഉപ്പൂറ്റി എപ്പോഴും കറക്റ്റായിട്ട് നിൽക്കണം, നിലത്ത് പതിഞ്ഞിട്ടുള്ള പോലെ നിൽക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗും ചെയ്യുക. വലത് കാലം അതുപോലെ ചെയ്യുക, അതുപോലെ തന്നെ ഇടത് കാലം അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് വരുന്ന എക്സസൈസ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞവരോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, വളരെ ഇപ്പം പെട്ടെന്ന് സർജറി കഴിഞ്ഞവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർ നിൽക്കുകയാണ്, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ എക്സസൈസുകൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരാൾ അടുത്ത് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമുക്കൊരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ബലമുള്ള ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ടോ ഒക്കെ തന്നെ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണിത്. തൊട്ടടുത്തൊരാൾ നിൽക്കാൻ അത്രയും നല്ലതാണ്, അല്ലെങ്കിൽ അത്രയും ഫിറ്റ്നസ്
ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരാൾ ഓപ്പോസിറ്റ് കൈ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ചെയറിൽ ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പിടുത്തം വിട്ടിട്ട് മെല്ലെ ഒന്ന് ഇരുന്ന് നോക്കുക. അതായത് നമ്മളൊരു ചെയറിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക. അത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഉയർന്നെണീക്കുക. ഇതൊരു 5 തവണയെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഗുണകരമാണ്. ഇത് എന്താ പറയുക, ഓവറോൾ ഹെൽത്ത്, ഈ ഒരു മുട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ കാലിലേക്കുള്ള രക്തോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആ മസിൽസ് ഒക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു എക്സസൈസ് ആണിത്. എന്നാൽ ഓർക്കേണ്ടത് ഇതാണ്, ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ് പോകുമോ എന്നുള്ള ചിന്തയുള്ളവർക്കോ കാലുകൾക്ക് അത്രത്തോളം ബല ഇല്ല, മറ്റൊരാൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യരുത്. ഒറ്റയ്ക്കൊരിക്കലും ചെയ്യരുത്. ഒരാളെ അടുത്ത് നിർത്തി മാത്രമാണ് ഈ എക്സസൈസുകൾ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട്, പലതരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ തന്നെ നിങ്ങൾ കഴിക്കുന്നവരായിരിക്കും. പക്ഷെ എന്താ പറയുക, നമ്മുടെ ശരീരം അതിനനുസരിച്ച് അനങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ, മസിൽസുകളിലെ ആ ഒരു മൂവ്മെന്റ്സ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് തീർച്ചയായിട്ടും സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ആ ഭാഗത്ത് മസിൽസുകൾക്ക് വീക്ക്നെസ് വന്നേക്കാം, ഡീജനറേറ്റീവ് ചേഞ്ചസുകൾ വന്നേക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എക്സസൈസുകൾ നമ്മൾ കൂടെ കൂട്ടുന്നത് നല്ലതാണ്. അതും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് TV കണ്ടുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ ഒക്കെ തന്നെ നമ്മുടെ കാലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇന്നത്തെ വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.